റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രകോപന പ്രഖ്യാപനം നടത്തുന്നതിനിടയിൽ ആ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രായേലി പ്രതിരോധ സേനയിലെ പാരാട്രൂപ്പ് അംഗങ്ങൾ. 30 ഇസ്രായേലി പാരാട്രൂപ്പ് റിസർവിസ്റ്റുകളാണ് റഫയിലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റഫയിലെ കരയാക്രമണം തന്ത്രപരമായൊരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സിവ് വ്യക്തമാക്കിയത്. റഫ ആക്രമിച്ചാൽ ഇസ്രായേലി ബന്ദികൾ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നാണ് സിവ് മുന്നറിയിപ്പ്. അവരുടെ ജീവിതമാണ് പ്രധാനം. ആക്രമണം ഉടൻ തീരില്ല, മാസങ്ങളോളം നീണ്ടു നിൽക്കും. അതോടെ ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രായേലി ചാനലായ 12 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഫയിലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചിട്ടുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു കമാൻഡർ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലും മുന്നോട്ടു പോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. 1.4 മില്യൺ ഫലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗസയിലെ തെക്കേ അറ്റത്തുള്ള നഗരമാണ് റഫ. അതിനാൽ തന്നെ ഇവിടം ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മുന്നറിയിപ്പുണ്ട്. എന്നാൽ ഇതൊന്നും ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല. അതേസമയം ഹമാസുമായി ബന്ദിമോചന കരാറിലെത്തിയാൽ റഫയിലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവെക്കാതെ റഫ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും പറഞ്ഞിരുന്നു. എന്നാൽ റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നതും. വെടിനിർത്തൽ കരാർ നടപ്പായാലും റഫയിൽ കടന്നുകയറുക തന്നെ ചെയ്യുമെന്നാണ് നെതന്യാഹുവിന്റെ താക്കീത്. കെയ്റോ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണ് നെതന്യാഹുവിന്റെ പ്രകോപന പ്രഖ്യാപനം. ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റഫയെ ആക്രമിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ പിന്മാറില്ലെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ റഫ ആക്രമണത്തെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഫലസ്തീൻ ജനതയോട് താൽപര്യമുണ്ടെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാവാൻ ഈ നിർണായക ഘട്ടത്തിലെങ്കിലും ഹമാസ് തയ്യാറാവണമെന്നും അമേരിക്ക ആവർത്തിച്ചു. അതേസമയം നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം കൂടുതൽ ശക്തമായി വരികയാണ്. റഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രക്ഷോഭകർ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. ഇതിനിടെ തനിക്കും സൈനിക നേതൃത്വത്തിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള കോടതി നീക്കത്തെയും നെതന്യാഹു വിമർശിച്ചു. നെതന്യാഹുവിനു പുറമെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഗസ മുനമ്പിലെയും ഇസ്രായേൽ അതിക്രമങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതേസമയം സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ ശ്രമങ്ങളെന്നും അതിനെ തുരങ്കം വെക്കുന്ന ICCയുടെ ഒരു ശ്രമവും ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു. അറസ്റ്റ് വാറന്റ് വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമാകുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇസ്രായേലിനെ ബാധിക്കില്ലെന്നും ലക്ഷ്യം പൂർത്തിയാകും വരെ മുന്നോട്ടു പോകുമെന്നുമാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഗസയിലെ അതിക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ICC ഉത്തരവിട്ടിരുന്നെങ്കിലും ഇസ്രായേൽ ഭരണകൂടം അവഗണിക്കുകയാണ് ചെയ്തത്. അതേസമയം ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ഫ്രാൻസിലേക്കും പടരുന്നതിനിടെ കെയ്റോയിൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മധ്യസ്ഥരായ ഈജിപ്ത് പ്രതിനിധികളുമായി ചർച്ച ചെയ്യാനെത്തിയ ഹമാസ് പ്രതിനിധി സംഘം മടങ്ങി. ബുധനാഴ്ചക്കകം മറുപടി രേഖാമൂലം അറിയിക്കണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ അയക്കില്ല. മറുപടിയുമായി ഹമാസ് സംഘം വീണ്ടും കെയ്റോയിൽ എത്തിയേക്കുമെന്നാണ് സൂചന. 30-40 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി തടവറകളിലുള്ള ഫലസ്തീനികളെ വിട്ടയക്കാമെന്നും 40 ദിവസത്തെ വെടിനിർത്തൽ ആകാമെന്നുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മാരകമായ ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നിരിക്കുകയാണ് ഫലസ്തീൻ ജനത. 34,000-ലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴിതാ കനത്ത ചൂടും അവിടെ ദുരിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഗസ വീണ്ടും യുദ്ധക്കളമായത്. യുദ്ധം 6 മാസം പിന്നിട്ടതിനു പിന്നാലെ ഗസയുടെ വലിയൊരു ഭാഗം തകർന്നു കിടക്കുകയാണ്. ഭക്ഷണം, ശുദ്ധജലം, മരുന്ന് എന്നിവയ്ക്കൊക്കെ കടുത്ത ക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സമീപ ദിവസങ്ങളിൽ ഗസയിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസിനോടടുത്തെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷത്തിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലാണ് ഈ ചൂട്.